ഡക്കാൻ യാത്രയുടെ മൂന്നാമത്തെ ദിവസമാണിന്ന്. 2026 മെയ് 5 ചൊവ്വാഴ്ച. ഇതിലെ പാർട്ട് 1 വീഡിയോ ആണിത്. തലേ ദിവസം രാത്രിയിൽ പണ്ട് ഗുൽബർഗ എന്നും ഇപ്പോൾ കുൽബർഗി എന്നും അറിയപ്പെടുന്ന സ്ഥലത്തെത്തിയ ഞാൻ ബാബ ബന്ദേ നവാസ് ദർഗയുടെ അടുത്താണ് രാത്രിയിൽ താമസിക്കാൻ റൂം കണ്ടെത്തിയത്. ദർഗയിലെത്തിയപ്പോൾ ഇവിടെ വാർഷിക ഉറൂസ് നടക്കുകയായിരുന്നു. അതിനാൽ റൂമിൽ ബാഗെല്ലാം വെച്ച് ഞാൻ അന്നത്തെ രാത്രി കുറേ നേരം ദർഗയുടെ കാഴ്ചകൾ കണ്ട് അങ്ങനെ കറങ്ങി നടന്നു. രാവിലെ സുബഹി നിസ്കാരം ദർഗയുടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് നിർവഹിച്ച ശേഷം ഇന്നത്തെ ദിവസം താമസിക്കാൻ വേറെ റൂം എടുത്തു. ഇന്നലെ എടുത്ത റൂം അത്ര നല്ലതായിരുന്നില്ല. അതിനാലാണ് വേറൊരു ഹോട്ടലിൽ റൂം എടുത്തത്. ഉറൂസ് സമയത്ത് കാഴ്ചകളുടെ വസന്തമാണ് ഗുൽബർഗ ദർഗയിൽ. ഫക്കീറന്മാരും ദമ്മലങ്ങുകളും എല്ലാമായി പല ആളുകളും അവിടെ കറങ്ങി നടക്കുന്നുണ്ടാവും. എവിടേക്ക് നോക്കിയാലും മൊബൈൽ തിരിച്ചു വെച്ച് വീഡിയോ എടുത്താൽ മതി എന്ന ഒരവസ്ഥ. ഇത് ഫക്കീറന്മാരുടെ ഒരു സംഘമാണ്. അവർ ഖ്വാജ ബന്ദേ നവാസിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കുകയാണ്. കൂടെ അവരുടെ കയ്യിലുള്ള അർബന മുട്ടുന്നുമുണ്ട്. ചില ഫക്കീറന്മാർ കണ്ണിലും തലയിലുമെല്ലാം അവരുടെ കയ്യിലുള്ള ഇരുമ്പിൻ്റെ വടി കൊണ്ട് പലതും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് റിഫായി കുത്തുറാത്തീബ് നടക്കാറുള്ളത് പോലെയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. വേറൊരു ഫക്കീർ നാവിൽ കമ്പി കയറ്റി കുറേ നേരം നടന്നു. എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നത് ബാബ ബന്ദേ നവാസിനോട് തങ്ങളുടെ അഭേദ്യമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ദർഗയ്ക്ക് മുന്നിലെ കാഴ്ചകൾ കണ്ട ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു തഹാരി ഹോട്ടലിൽ കയറി. നമ്മുടെ ഇറച്ചിച്ചോറ് പോലെ ഒരു ഐറ്റമാണ് ഈ തഹാരി എന്ന് പറയുന്നത്. സംഭവം നല്ല രസമുണ്ട് കഴിക്കാൻ. തഹാരിയൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഒരു ദമ്മലങ് സംഘത്തെ കണ്ടത്. പണ്ടത്തെ കാലത്ത് ദമ്മലങ് കമ്മ്യൂണിറ്റികൾ മൃഗങ്ങളെയും കൊണ്ട് വീടാന്തരം ഭിക്ഷ യാചിക്കുകയും മൃഗങ്ങളെ വെച്ച് അഭ്യാസ പ്രകടനങ്ങളും നടത്തി ചിലവ് കണ്ടെത്തുന്നവരുമായിരുന്നു. ഇപ്പോൾ മൃഗങ്ങളെ പ്രദർശിപ്പിക്കുന്നത് നിയമവിധേയമല്ലാത്തതിനാൽ ഇവർ ഇതെല്ലാം നിർത്തിയതാണ്. ഖ്വാജ ബന്ദേ നവാസിലെ വാർഷിക ഉറൂസ് സമയത്ത് ഫക്കീറന്മാരും ദമ്മലങ്കാരുമെല്ലാം അവരുടെ പ്രാചീന വസ്ത്രങ്ങൾ ധരിച്ചെത്തുകയും ഇവിടെ ഉറൂസ് ദിവസം തീരുന്നതുവരെ ഫുൾ തങ്ങുകയും ചെയ്യും. ഇതെല്ലാം കണ്ട ശേഷം അടുത്തതായി കുറച്ചു നേരം ഗുൽബർഗയിലെ മറ്റ് കാഴ്ചകൾ കാണാൻ വേണ്ടി ഓട്ടോയിൽ ഗുൽബർഗ കോട്ടയിലേക്ക് പോയി. 100 രൂപയായി ദർഗയുടെ അവിടെ നിന്നും ഗുൽബർഗ കോട്ട വരെയുള്ള ഓട്ടോ ചാർജ്. 1347 അലാവുദ്ദീൻ ഹസൻ ബഹ്മാൻ ഷാ ബാമിനി രാജവംശം സ്ഥാപിച്ചപ്പോൾ ഗുൽബർഗ കോട്ട ആസ്ഥാനമായാണ് ഭരണം നടത്തിയിരുന്നത്. പിന്നീട് 75 വർഷത്തോളം കാലം ഇതായിരുന്നു ബാമിനി രാജവംശത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം. ഗുൽബർഗ കോട്ടയുടെ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയുള്ള മറ്റൊരു നിർമ്മിതിയാണ് ജാമി മസ്ജിദ്. ഇന്ത്യയിലെ മിക്ക പഴയ പള്ളികളിൽ നിന്നും വ്യത്യസ്തമാണ് 1367 നിർമ്മിക്കപ്പെട്ട ഈ മസ്ജിദ്. ഇന്ത്യയിലെ മിക്ക പരമ്പരാഗത പള്ളികൾക്കും നടുവിൽ തുറസ്സായ മുറ്റമുണ്ടാകാറുണ്ട്. എന്നാൽ ഈ മസ്ജിദ് പൂർണ്ണമായും മേൽക്കൂരയാൽ മൂടപ്പെട്ടതാണ്. ഗുൽബർഗ കോട്ടയിൽ നിന്നിറങ്ങി അടുത്തതായി ഹഫ്ത് ഗുംബസ് എന്നറിയപ്പെടുന്ന നിർമ്മിതിയിലെത്തി. ബാമിനി രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്നും ബിദാറിലേക്ക് മാറ്റുന്നതിന് മുമ്പ് മരണപ്പെട്ട ബാമിനി രാജവംശത്തിലെ പല പ്രമുഖരുടെയും ശവകുടീരമാണിത്. ഹഫ്ത് ഗുംബസ് എന്നാൽ 7 ശവകുടീരങ്ങൾ എന്നാണ് അർത്ഥം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുൽബർഗ ദർഗയുടെ അടുത്ത് തന്നെയാണ്.